വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നേ ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഓൾറെഡി ചീസ് കേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തത് നോർമൽ ബേക്ക് ചെയ്യാത്തൊരു ടൈപ്പ് ചീസ് കേക്ക് ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് ഒരു ബേക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീൽസിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുള്ള ബേൺ ബാസ്ക്യൂ ചീസ് കേക്ക്, സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചീസ് കേക്കിൻ്റെ എക്സാക്ട് വേർഷനൊന്നുമല്ല, പക്ഷെ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിക്ക് ഏകദേശം സിമിലർ ആയിട്ടൊക്കെയാണ് അത് കാണാനായിട്ടൊക്കെ. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ചീസ് കേക്ക്. ആ ഒരു ക്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഏകദേശം ആ സെയിം മോഡലിലാണ്. പക്ഷെ ടേസ്റ്റ് സെയിം അല്ലായിരിക്കും, കാരണം ഞാൻ അത് ഒറിജിനലി കഴിച്ചിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഷുഗർ യൂസ് ചെയ്തിട്ടില്ല, മൈദ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഒരു ഹെൽത്തിയർ വേർഷൻ നമുക്ക് പറയാം. കലോറീസും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ആകെ 4 ഐറ്റംസേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ ഞാൻ 2 കപ്പ് ഗ്രീക്ക് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഗ്രീക്ക് യോഗേർട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നോർമലി യോഗേർട്ട് എടുത്താലും പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. പുളിയുള്ള തൈര് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ ഒരിക്കലും അതിന് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ആരും എന്നെ വന്ന് പൊങ്കാലയിടരുത്. പിന്നെ 3 മുട്ട ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമല്ല, മുട്ടയുടെ വെള്ളയും യോക്കും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തെടുത്തു. ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു തവി വെച്ചിട്ടോ അല്ലെ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ 2 വലിയ സ്പൂൺ കോൺഫ്ലവർ. ഞാൻ മൈദയൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ആകുമ്പം കാലറി മൈദയുടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഹെൽത്തിയർ വേർഷനാണെന്ന്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഷുഗറിന് പകരം നമ്മുടെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പോളം ഹണി. നമ്മൾ ഏത് കപ്പിലാണോ തൈര് അളന്നത് അതേ കപ്പിൻ്റെ ഒരു 1/4 കപ്പോളം ഹണി. പിന്നെ നമ്മളൊരു 3 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ വാനില എസൻസ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഓരോ അടപ്പൊക്കെ ഒഴിക്കുന്നിടത്ത് 2 അടപ്പ് ഒഴിച്ചോളൂ കേട്ടോ, കാരണം മുട്ടയുടെ ആ ഒരു നല്ലൊരു മണവും ആ ഒരു ഫ്ലേവറും വരാൻ ചാൻസ് ഉണ്ട്, വേറെ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിക്കുന്നു. ഞാൻ നമ്മുടെ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പുറത്ത് ഞാൻ ഫോയിൽ പേപ്പർ ഇട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തു കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാൻ ആദ്യം ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ, ഈ ഫോയിലോടെ. 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മളതെടുത്തിട്ട് ഈ ഒരു അലുമിനിയം ഫോയിലില്ലേ അതൊന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒരുപാട് നേരമൊന്നും പുറത്ത് വയ്ക്കാൻ പാടില്ല, ജസ്റ്റ് അലുമിനിയം ഫോയിൽ റിമൂവ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ബാക്ക് ടു ഓവൻ ഒരു 45 to 50 മിനിറ്റ്സ് ഇതേ ടെമ്പറേച്ചറിൽ 180 ഡിഗ്രിയിൽ നല്ലോണം ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ആ ക്രസ്റ്റൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബേൺ ബാസ്റ്റൺ ചീസ് കേക്കൊക്കെ കാണില്ലേ റീൽസിൽ, അതേപോലെ തന്നെ കിട്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട്. അതിൻ്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കവർ ചെയ്യുന്നു കേട്ടോ, കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വേറെ ഒന്നിൻ്റെയും മണമൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ റാപ്പ് ആണെങ്കിലും മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചിൽഡായിട്ട് എടുത്തിട്ട് വേണം നമ്മളത് സെർവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു നല്ല അടിപൊളിയായിട്ട് അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണേലും ഒഴിക്കാം. ഞാൻ പക്ഷേ കുറച്ച് ബെറീസാണ് കൊടുക്കുന്നത്. ഇതൊരു ജാമാണ്, മിക്സഡ് ബെറി ജാമാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് സ്വീറ്റ്നറൊക്കെ വെച്ചിട്ട്. ഇതിലും നോ ആഡഡ് ഷുഗറാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വേണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി നോക്കിയാൽ മതി. പിന്നെ ഞാൻ കുറച്ച് റാസ്ബെറി ഒക്കെ കൊടുത്തിട്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട് എന്തൊരു പെർഫെക്ഷനാണെന്നറിയോ. ശരിക്കും ആ ഒരു ഇടയ്ക്കൊക്കെ ഒരു എയർ ഹോൾസും അതേപോലെ ആ ഒരു ചീസ് കേക്കിൻ്റെ ആ ഒരു ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. വളരെ ഈസി ആൻഡ് പീസി ആയിട്ടുള്ള ചീസ് കേക്ക്, അതും ആ റീൽസിലൊക്കെ കാണുന്ന അതേ രീതിക്ക് നമുക്ക് ആ ഒരു ഫീലിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും എല്ലാവർക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.